Hello students. Next നമുക്ക് പഠിക്കാനുള്ളത് ലെജൻഡേഴ്സ് ഐഡന്റിറ്റി ആണ്. അത് സ്റ്റേറ്റ്മെന്റ് അടക്കം, അതായത് സ്റ്റേറ്റ് ആൻഡ് ട്രൂ ലെജൻഡേഴ്സ് ഐഡന്റിറ്റി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അടക്കം ബൈ ഹാർട്ട് ചെയ്യാം. ഇതാണ് തിയറം പറയുന്നത്. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്റീജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പി റേസ്ഡ് ടു ആൽഫ ഓഫ് പി where the product is extended over all primes less than or equal to x. ഇവിടെ p പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈംസിനെയാണ് ഉദ്ദേശിക്കുന്നത്. And alpha of p is equal to sigma m equal to 1 to infinity integer part of x by p raised to m ആണ് തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ലാംഡ ഓഫ് എൻ്റെ ഡെഫിനേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലാംഡ ഓഫ് എന്ന് പറഞ്ഞാൽ ലോഗ് പി ആണ്. വെൻ n ഈക്വൽ ടു പി റേസ് ടു എം ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ് എന്നുള്ളത് നമുക്കറിയാം. ഓൾറെഡി നമ്മളൊരു റിസൾട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ലോഗ് എക്സ് ഫാക്ടോറിയൽ വെയ്റ്റഡ് ആവറേജസ് ഓഫ് ലാംഡ ഓഫ് എൻ ആൻഡ് മ്യൂ ഓഫ് എൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലോഗ് ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലാംഡ ഓഫ് എൻ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ ഓവർ എന്നിന് പകരം പി റേസ് ടു എം കൊടുക്കുക. പി റേസ് ടു എമ്മിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ sigma over p raised to m less than or equal to x lambda of p raised to m integer part of x by p raised to m. That is sigma over is p raised to m less than or equal to x എന്നുള്ളതിനെ sigma over all p less than or equal to x and summation over m equal to 1 to infinity എന്ന് രണ്ട് സമ്മേഷൻ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എക്സിനേക്കാൾ ചെറിയ എല്ലാ പ്രൈമിൻ്റെ പവർ പി റേസ് ടു എം എന്നല്ലേ ഇവിടെ സം ചെയ്യേണ്ടത്. അതിൻ്റെ ഓവറിലാണല്ലോ എല്ലാം സം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ പ്രൈംസും കൺസിഡർ ചെയ്ത് അതിൻ്റെ എല്ലാ എമ്മിൻ്റെ വാല്യൂ 1 to infinity ആവണ വരെയുള്ള ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ പി റേസ് ടു എം അല്ലേ നമുക്കതിൽ സമ്മേഷൻ ചെയ്യാൻ വരുന്ന ടേം. അപ്പോൾ അതിന് നമുക്ക് ഈ രീതിയിൽ രണ്ട് സമ്മേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ടൊന്ന് എഴുതി നോക്കിയാൽ മതി, അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ലാംഡ ഓഫ് പി റേസ് ടു എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോഗ് പി ആണ് വരിക. അപ്പോൾ ആകെ എമ്മിൻ്റെ വാല്യൂ ഇതിന് മാത്രമാണ് സമ്മേഷൻ വരുന്നത്. ആ സമ്മേഷനെയാണ് നമ്മൾ ഈ സമ്മേഷന് പകരം ഇങ്ങനെ രണ്ട് സമ്മേഷനാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ പി റേസ് ടു എം മാത്രം ഉള്ളതുകൊണ്ട് ഈ രണ്ട് സമ്മേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും ഈ സമ്മും ഇതിൽ വരുന്ന സമ്മും രണ്ടും കറക്റ്റായിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് ലോഗ് പി ഈ സമ്മേഷനിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. കാരണം അതിൽ എം ഇല്ലല്ലോ, എം ഉള്ള ടേം ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഔട്ട് സൈഡ് ഇങ്ങോട്ട് എടുക്കാം. ദാറ്റ് ഈസ് സിഗ്മ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി. ഈ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ പ്രകാരം ഇത് ആൽഫ ഓഫ് പി ആണ്. അപ്പോൾ ദിസ് ഈസ് സിഗ്മ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൽഫ ഓഫ് പി ലോഗ് പി എന്നാണ്. അപ്പോൾ സിഗ്മ ഓവർ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി റേസ് ടു ആൽഫ ഓഫ് പി എഴുതാം. ഇതിനെ ലോഗരിതത്തിൻ്റെ റൂൾസ് യൂസ് ചെയ്താൽ ലോഗ് പി റേസ് ടു ആൽഫ ഓഫ് പി എന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് പ്രൊഡക്റ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പി റേസ് ടു ആൽഫ ഓഫ് പി എന്ന് എഴുതാം. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ആൽഫ ഓഫ് പി എന്നുള്ള കോൺസ്റ്റന്റ് നമ്മൾ എക്സ്പോണൻഷ്യൽ ആക്കിയിട്ട് എഴുതിയത്. ദാറ്റ് ഈസ് സിഗ്മ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി റേസ് ടു ആൽഫ ഓഫ് പി എന്നുള്ളതിനെ നമുക്ക് ലോഗ് പ്രൊഡക്റ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പി റേസ് ടു ആൽഫ ഓഫ് പി എന്ന് എഗെയിൻ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് ലോഗ് പോയിട്ട് ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ ആണ് ഉണ്ടാവുക. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ്, ഇവിടെ ലോഗരിതം പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പി റേസ് ടു ആൽഫ ഓഫ് പി ആണ് ഇവിടെ ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന റിസൾട്ട്, പ്രൊഡക്റ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പി റേസ് ടു ആൽഫ ഓഫ് പി എന്ന് കിട്ടും. വേർ ആൽഫ ഓഫ് പി ഇസ് ഈക്വൽ ടു സിഗ്മ എം ഈക്വൽ ടു 1 to infinity ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ പി റേസ് ടു എം. ഓക്കെ, അപ്പോൾ അതായിരുന്നു റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വരാം. നെറ്റ് എക്സാമിനൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, നെറ്റ് സെറ്റ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ലെജൻഡേഴ്സ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനായിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണ്. ഇങ്ങനെയാണ് പ്രോബ്ലം വരിക. ഫൈൻഡ് ദ ഹയസ്റ്റ് പവർ ഓഫ് 3 വിച്ച് കണ്ടെയ്ൻഡ് ഇൻ 100 ഫാക്ടോറിയൽ. 100 ഫാക്ടോറിയലുള്ള ഹയസ്റ്റ് പവർ ഓഫ് 3 കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ലെജൻഡേഴ്സ് തിയറം വെച്ചിട്ട് നമുക്കറിയാവുന്ന കാര്യം ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പി റേസ് ടു ആൽഫ ഓഫ് പി എന്നാണ്.
പ്രൊഡക്റ്റ് പി ലെസ് ദൻ ഓർ ഈക്വൽ ടു എക്സ് പി റേസ് ടു ആൽഫ ഓഫ് പി എന്നുള്ളതാണ് നമുക്കറിയാവുന്ന റിസൾട്ട്. ഇനി അതിൽ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ എന്നുള്ളിടത്ത് നമുക്ക് 100 ഫാക്ടോറിയലാണ് വരുന്നത്. 100 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് നമുക്ക് 100 ഫാക്ടോറിയലിലുള്ള 3യുടെ പവേഴ്സ് എന്നല്ലേ, ഹയസ്റ്റ് പവേഴ്സ് എന്നല്ലേ ചോദ്യം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 100 ഫാക്ടോറിയലാണ്. ലെജൻഡേഴ്സ് തിയറത്തിൽ അപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 പി റേസ് ടു ആൽഫ ഓഫ് പി വരും. അപ്പോൾ ഇവിടെ ആൽഫ ഓഫ് പി എന്ന് പറഞ്ഞാൽ സിഗ്മ എം ഈക്വൽ ടു 1 to infinity 100 ബൈ ഇൻറ്റീജർ പാർട്ട് ഓഫ് 100 ബൈ പി റേസ് ടു എം ആണ്. അപ്പോൾ പ്രൈംസ് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ 2 റേസ് ടു ആൽഫ ഓഫ് 2 ഇൻറ്റു ഇവിടെ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആയിട്ടുള്ള പ്രൈംസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 റേസ് ടു ആൽഫ ഓഫ് 2 ഇൻറ്റു 3 റേസ് ടു ആൽഫ ഓഫ് 3 ഇൻറ്റു 5 റേസ് ടു ആൽഫ ഓഫ് 5 ഇൻറ്റു എക്സെട്ര ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഹയസ്റ്റ് പവർ ഓഫ് 3 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ 100 ഫാക്ടോറിയൽ വരുന്ന ഏറ്റവും മാക്സിമം പവർ ഓഫ് 3 ആണ് നമുക്കിവിടെ കിട്ടുക. ആ പവറിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് 3 ആണ്. അപ്പോൾ ദ ഹയസ്റ്റ് പവർ ഓഫ് 3 വിച്ച് കണ്ടെയ്ൻഡ് ഇൻ 100 ഫാക്ടോറിയൽ ഈസ് ആൽഫ ഓഫ് 3. അപ്പോൾ ആൽഫ ഓഫ് 3 ഈസ് ഈക്വൽ ടു നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഡെഫിനേഷൻ പ്രകാരം സിഗ്മ എം ഈക്വൽ ടു 1 to infinity ഇൻറ്റീജർ പാർട്ട് ഓഫ് 100 ബൈ 3 റേസ് ടു എം. സിഗ്മ എം ഈക്വൽ ടു 1 to infinity ഇൻറ്റീജർ പാർട്ട് ഓഫ് 100 ബൈ 3 റേസ് ടു എം ആണ്. ദാറ്റ് ഈസ് എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റീജർ പാർട്ട് ഓഫ് 100 ബൈ 3 പ്ലസ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 100 ബൈ 3 സ്ക്വയർ പ്ലസ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 100 ബൈ 3 ക്യൂബ് പ്ലസ് എക്സിട്ര ഇൻറ്റീജർ പാർട്ട് ഓഫ് 100 ബൈ 3 റേസ് ടു 4 പ്ലസ് എക്സിട്ര. അങ്ങനെ ഇത് എത്ര ഇവിടെ പിന്നെ ഒരു കുറച്ച് ടേംസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ എല്ലാം 0 0 0 0 എന്നായി പോകും. അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടണതാണ്. ആഡ് ചെയ്തിട്ടില്ല, ഓക്കെ 33 പ്ലസ് 11 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് പിന്നെയുണ്ട് ഇവിടെ പ്ലസ് എക്സിട്ര ടേംസ് ഉണ്ടായിരിക്കും, പ്ലസ് എക്സിട്ര എന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇതെല്ലാം പിന്നെ 0 ആയി പോകും. 1 വരെയാണ് ലാസ്റ്റ് കിട്ടുക. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 ആണ് ആൻസർ കിട്ടുക. ഇതിപ്പോൾ 3യുടെ ആയതുകൊണ്ട് ഇങ്ങനെ, ഇനി 5ൻ്റെ ആയാലും 2ൻ്റെ ആയാലും 7ൻ്റെ ആയാലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.